അവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഉടുമുണ്ട് പറിച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോയത്. 14 ദിവസം അടിമാലി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ദേവികുളം കോടതിയിൽ ഹാജരാക്കി. ദേവികുളം കോടതിയിൽ നിന്ന് കേസ് പീരുമേട് കോടതിയിൽ മാറി. മാസം കഴിഞ്ഞപ്പം കിടന്നത് കണക്കാക്കി ശിക്ഷയായി കണക്കാക്കി ശിക്ഷിച്ചിട്ട് എന്നെ വിട്ടു. അതാണ് ഉടുമുണ്ട് പറിച്ച് എൻ്റെ കൈ കെട്ടിയാണ് കൊണ്ടുപോയത്. അന്ന് രാജ്യത്താകെ ജയപ്രകാശൻ നാരായണൻ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെയും മഹാന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും 10,000-കണക്കിന് ആളുകളെ വലിയ പീഡനത്തിന് വിധേയമാക്കി 1000-കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്തന്ന് അടിയന്തരാവസ്ഥയുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ട്. വലിയ യാതനയാണെന്ന് നേരിട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിയന്തരാവസ്ഥയുടെ അടുത്ത നാൾ ഓർക്കുമ്പം ഇതൊന്നും നമ്മൾ ഓർമ്മിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളിലെത്തിക്കുകയും കാരണം അതിന് ശേഷം 1975 ജൂൺ 26 75 ശേഷം ഇപ്പം വർഷങ്ങൾ ഒരുപാട് പിന്നീട് ജനിച്ചവരില്ല. 1975 പോയിട്ട് ഇപ്പം 2025 എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിഞ്ഞു അല്ലേ? 50 വർഷത്തിനുള്ളിൽ ഇപ്പുറത്ത് ജനിച്ചവരുണ്ട്. ആ ജനിച്ച കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് രാജ്യത്തെ അനുഭവം എന്താണെന്ന് ഒന്നും അറിയില്ല. കഴിഞ്ഞ കാലഘട്ടം എങ്ങനെ, അടിയന്തരാവസ്ഥ എന്ത്, കേന്ദ്ര ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് സ്വീകരിച്ച നയമുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയായ രാഷ്ട്രീയ സാഹചര്യം, അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തു. അവരുടെ പ്രധാനമന്ത്രി പദത്തിന് ഭീഷണി വന്നപ്പോഴാണ് അതിനെ നേരിടാൻ വേണ്ടി അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അങ്ങേയറ്റത്തെ മർദ്ദന നടപടികൾ രാജ്യത്താകെ നടത്തി. രാജ്യം പോലെയുള്ള നിരവധി ആളുകൾ അന്ന് ലോകകപ്പിൽ മരിച്ചു. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. 1000-കണക്കിന് ആളുകൾ അന്ന് യഥാർത്ഥത്തിൽ മരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ശരിയത. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥരെ ആരെയും പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. അവരോടിപ്പം നമ്മൾ എന്നാ പറയാനാ, അവരവരുടേതായ ഒരു ജോലി ചെയ്തു. അവരുടെ ജോലി അന്ന് ചെയ്ത് വിളിച്ചില്ലെന്നിരി അവരുടെ പണി പോകും. പിന്നെ ശേഷാധികാരമാണ് അവരുമായി. പിന്നെ CPI ഉള്ള ഗവൺമെൻറ്റാണ്. അച്യുതമേനോനാണ് മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാണ്. കാര്യങ്ങൾ നടത്തുന്നത് കരുണാകരൻ്റെ നയങ്ങളാണ് പോലീസ് നടപ്പിലാക്കുക. അതാണ്. അപ്പം പിന്നെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ പീഡനമാണ്. എന്നെ എൻ്റെ ഉടുകൊണ്ട് പറിച്ച് കെട്ടി നടത്തി കൊണ്ടുപോയി വണ്ടി വരാൻ താമസിച്ചുകൊണ്ട് നടത്തിപ്പോകാൻ വേണ്ടി ജീപ്പ് വന്നപ്പം ജീപ്പിന് കയറ്റിയാണ് അടിമാലി സ്റ്റേഷനിൽ കൊണ്ടുപോയി വിലങ്ങ് വെച്ചതും 14 ദിവസം അവിടെ വെച്ചു. ഒടുവിൽ എൻ്റെ അച്ഛൻ ദേവികുളം കോടതിയിലൊരു പെറ്റീഷൻ കൊടുത്തു. വക്കീലന്മാരുമായിട്ട് ആലോചിച്ചാണ് കോടതിയുടെ ഇടപെടൽ മണീനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് അത് വെച്ചിരിക്കുന്നതെന്നൊക്കെ കോടതിയിൽ നിന്ന് ചോദ്യം വന്നപ്പോൾ ആണ് ഹാജരാക്കി. അത് ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ വിട്ടുപോയത് അല്ല. അത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി വെച്ചാൽ അതാണ്. അതേ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയതും. പീരുമേട് ജയിലിൽ, ദേവികുളം ജയിലിൽ കോടതിയിലും, അത് കഴിഞ്ഞ് പീരുമേട് ജയിലിൽ കോടതി കിടന്നത് കണക്കാക്കി ശിക്ഷയായിട്ട് കണക്കാക്കി വിട്ടു. പീരുമേട്ടിൽ നിന്നാണ് മോചിക്കപ്പെട്ടത്. പീരുമേട് ജയിലിൽ 2 പ്രാവശ്യം കിടന്നിട്ടുണ്ട്. ദേവികുളത്ത് അന്ന് കൊണ്ടുപോയ പോലീസുകാരും ഓർമ്മയിലുണ്ടോ? പിന്നെ അവരെ പറ്റി എല്ലാം ഓർമ്മയുണ്ട്. അവരെല്ലാം അറിയാവുന്നവർ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മന്ത്രി ആയതിനു ശേഷം അവരെ കണ്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ അതുകൊണ്ട് ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ അവരുടെ വേറെ ഉദ്ദേശമില്ല. അവർ അന്നത്തെ ഗവൺമെൻറ് നയം നടപ്പിലാക്കിയാലേ അവരുടെ പണി പോകും. അത് ചെയ്തു. പക്ഷെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ തല്ലിയൊന്നുമില്ല. പക്ഷെ ബലം വെച്ചു, എന്നെ കൂട്ടിവെച്ചു. അതെല്ലാം ശരിയാണ്. മണിയാശാൻ ഇടയ്ക്ക് പ്രസംഗങ്ങളിലൊക്കെ ഓരോ പോലീസുകാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് ഇങ്ങനെ പീഡനാനുഭവി അതൊക്കെ ഉണ്ട്. അന്നത്തെ പോലീസുകാരെ ഒന്നും ഇപ്പം ഞാൻ ഓർക്കുന്ന പോലുമില്ല. അവരെല്ലാം പിരിഞ്ഞു. പെൻഷൻ പറ്റിയൊക്കെ പോയിട്ടുണ്ട്. SI ആയിരുന്ന ആൾ, CA ആയിരുന്ന ആൾ, അന്നത്തെ DYSP ആയിരുന്ന ആൾ. അന്നത്തെ DYSP ഓർമ്മയുണ്ട്. ഇപ്പോൾ അന്നത്തെ DYSP
MP ബാലകൃഷ്ണനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. MP ബാലകൃഷ്ണൻ അന്ന് സർക്കിളാണ് മൂന്നാർ.